ചോദ്യം 1. വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന സംവിധാനം എന്താണ്? ഉത്തരം സേഫ്റ്റി ഫ്യൂസ്. ചോദ്യം 2. സസ്യങ്ങളുടെ ശ്വസനവാതകം ഏതാണ്? ഉത്തരം ഓക്സിജൻ. ചോദ്യം 3. ആറന്മുള കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? ഉത്തരം ചെമ്പിൻ്റെയും ടിന്നിൻ്റെയും ലോഹസങ്കരം. ചോദ്യം 4. ആഹാരം കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്ന പല്ല് ഏതാണ്? ഉത്തരം ഉളിപ്പല്ല്. ചോദ്യം 5. എർത്ത് വയറിലെ വൈദ്യുത പ്രവാഹം കണ്ടെത്തുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ELCB. ചോദ്യം 6. നേത്രവൈകല്യമായ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഉത്തരം കോൺകേവ് ലെൻസ്. ചോദ്യം 7. മണ്ണിലെ ജൈവവസ്തുക്കളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ പെറോക്സൈഡ്. ചോദ്യം 8. ഉമിനീരിലെ ദഹനരസം ഏതാണ്? ഉത്തരം ടൈലിൻ. ചോദ്യം 9. കണ്ണുനീരിൻ്റെ pH മൂല്യം എത്രയാണ്? ഉത്തരം 7.4. ചോദ്യം 10. ടോർച്ച് സെല്ലിൻ്റെ വോൾട്ടേജ് എത്രയാണ്? ഉത്തരം 1.5 വോൾട്ട്. ചോദ്യം 11. ശരീരത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് അഥവാ CO2 പുറന്തള്ളാൻ സഹായിക്കുന്ന അവയവം ഏതാണ്? ഉത്തരം ശ്വാസകോശം. ചോദ്യം 12. സേഫ്റ്റി ഫ്യൂസ് നിർമ്മിക്കുന്ന കമ്പി ഏതാണ്? ഉത്തരം ലെഡിൻ്റെയും ടിന്നിൻ്റെയും ലോഹസങ്കരം. ചോദ്യം 13. വൈദ്യുതിയും കാന്തവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. ചോദ്യം 14. രക്തത്തിലെ ഹീമോഗ്ലോബിനെ വിഷമയമാക്കുന്ന രാസപദാർത്ഥം ഏതാണ്? ഉത്തരം കാർബൺ മോണോക്സൈഡ്. ചോദ്യം 15. ഹൈഡ്രജൻ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ലാവോസിയർ. ചോദ്യം 16. ZBNFൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്. സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്നതാണ് ZBNFൻ്റെ പൂർണ്ണരൂപം. ചോദ്യം 17. സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് അഥവാ ZBNF എന്ന കൃഷിരീതി ആരുടേതാണ്? ഉത്തരം സുഭാഷ് പാലേക്കർ. ചോദ്യം 18. ലോക ആരോഗ്യ ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 7. ഏപ്രിൽ 7-നാണ് ലോക ആരോഗ്യ ദിനം. ലോക എയ്ഡ്സ് ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 1. ഡിസംബർ 1-നാണ് ലോക എയ്ഡ്സ് ദിനം. ചോദ്യം 20. LED-യുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ചോദ്യം 21. pHൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. ചോദ്യം 22. പട്ടുനൂൽ കൃഷിക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം സെറികൾച്ചർ. സെറികൾച്ചർ എന്നാണ് പട്ടുനൂൽ കൃഷിക്ക് പറയുന്ന പേര്. ചോദ്യം 23. മഴവില്ലിൻ്റെ ഏറ്റവും പുറമേയുള്ള നിറം ഏതാണ്? ഉത്തരം ചുവപ്പ്. ചോദ്യം 24. മഴവില്ലിൻ്റെ ഏറ്റവും അകത്തുള്ള നിറം ഏത്? ഉത്തരം വയലറ്റ്. ചോദ്യം 25. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ. ചോദ്യം 26. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം
MS സ്വാമിനാഥൻ. IISR എന്ന ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷണങ്ങളുടെ പരിധിയിൽ വരുന്ന സസ്യം ഏതാണ്? ഉത്തരം ഏലം. ചോദ്യം 28. അമ്പിളി, സ്വർണ്ണ, സരസ് എന്നീ സങ്കരയിനം തൈകൾ വിൽപ്പനയ്ക്കായി വച്ചിരിക്കുന്നു. ഇവ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്? ഉത്തരം മത്തൻ. ചോദ്യം 29. ഒപ്റ്റിക്കൽ ഫൈബറുകളിൽ പ്രകാശത്തിൻ്റെ ഏതു പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തുന്നത്? ഉത്തരം പ്രകാശത്തിൻ്റെ പൂർണ്ണാന്തരിക പ്രതിഫലനം. ചോദ്യം 30. പഴം, ഫ്യൂരിഡാൻ എന്നിവ ഉപയോഗിച്ച് ഒരു കർഷകൻ കീടനാശിനി ഉണ്ടാക്കുന്നു. ഇത് ഏത് വിഭാഗത്തിലാണ്? ഉത്തരം ജൈവ കീടനിയന്ത്രണം. ചോദ്യം 31. നേത്രവൈകല്യമായ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഉത്തരം കോൺകേവ് ലെൻസ്. ചോദ്യം 32. ആസിഡുകളും ബേസുകളും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സ്വാഭാവിക നിറമുള്ള സസ്യം ഏതാണ്? ഉത്തരം ചുവന്ന ചീര. ചോദ്യം 33. ലെതർ മഷി വ്യവസായങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ടാനിക് ആസിഡ്. ചോദ്യം 34. രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമായ വസ്തു ഏതാണ്? ഉത്തരം ഹീമോഗ്ലോബിൻ. ചോദ്യം 35. അത്യധികം നശീകരണ സ്വഭാവമുള്ള ആസിഡ് ഏതാണ്? ഉത്തരം സൾഫ്യൂരിക് ആസിഡ്. ചോദ്യം 36. ലിറ്റ്മസ് പേപ്പർ ഏതിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം ലൈക്കണുകൾ. ചോദ്യം 37. pH ലെവലുകളുടെ പരിധി നിരീക്ഷിക്കാൻ ഏതു തരത്തിലുള്ള സൂചകമാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം സാർവത്രിക സൂചകം. ചോദ്യം 38. ഒരു പദാർത്ഥത്തിൻ്റെ സ്വഭാവം ആസിഡ് അല്ലെങ്കിൽ ബേസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്? ഉത്തരം ലിറ്റ്മസ് പേപ്പർ. ചോദ്യം 39. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കി മാറ്റുന്ന പദാർത്ഥങ്ങളുടെ പുളി രുചിക്ക് കാരണമാകുന്നത് എന്താണ്? ഉത്തരം ആസിഡുകൾ. ചോദ്യം 40. നെൽകൃഷിക്ക് ഉപയോഗിക്കുന്ന ഹൈബ്രിഡ് വിത്ത് ഏതാണ്? ഉത്തരം പവിത്ര. ചോദ്യം 41. സോപ്പിൻ്റെയും റയോണിൻ്റെയും നിർമ്മാണത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ബേസ് ഏതാണ്? ഉത്തരം സോഡിയം ഹൈഡ്രോക്സൈഡ്. ചോദ്യം 42. സിട്രിക് ആസിഡിൻ്റെ പൊതുവായ ഉപയോഗം എന്താണ്? ഉത്തരം പാനീയങ്ങൾ ഉണ്ടാക്കുന്നു. ചോദ്യം 43. മോട്ടോർ വാഹന ബാറ്ററികളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം സൾഫ്യൂരിക് ആസിഡ്. ചോദ്യം 44. ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ഹെൻറി കാവൻഡിഷ്. ചോദ്യം 45. കൂൺ കൃഷി ചെയ്യുന്ന കാർഷിക മേഖല ഏതാണ്? ഉത്തരം മഷ്റൂം കൾച്ചർ. ചോദ്യം 46. തേനീച്ചകളെ വളർത്തുന്ന കാർഷിക മേഖല ഏതാണ്? ഉത്തരം എപ്പികൾച്ചർ. ചോദ്യം 47. പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? ഉത്തരം മണ്ണിര. ചോദ്യം 48. രാസസൂര്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന മൂലകം ഏതാണ്? ഉത്തരം മെഗ്നീഷ്യം. ചോദ്യം 49. തിമിരം ഏത് അവയവത്തെ ബാധിക്കുന്ന അസുഖമാണ്? ഉത്തരം
കണ്ണ്. ചോദ്യം 50. ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? ഉത്തരം തുളസി. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബായ്.